എല്ലാവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. മിഖായേൽ ഒയിമിയുടെ മിർദാദ് എന്നൊരു പുസ്തകമുണ്ട്. ഈ മിർദാദ് എന്ന പുസ്തകത്തിൽ മിർദാദാണ് കഥയുടെ നായകൻ. ഒരിക്കലൊരു അപരിചിതൻ ഈ മിർദാദിനോട് വന്ന് ചോദിക്കുകയാണ്, എന്താണ് സ്നേഹം? അപ്പോൾ മിർദാദ് ആ മനുഷ്യനോട് തിരിച്ചു പറയുകയാണ്, എന്താണ് സ്നേഹമല്ലാത്തത്? എന്നിട്ട് ഒരു ഇലയെടുത്തിട്ട് ആ മനുഷ്യൻ്റെ മുമ്പിൽ വച്ചിട്ട് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ ഇലയെ തന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഈ ഇലയെ ഒരിക്കലും എനിക്ക് ഇതിനെ തന്നെയായിട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞാനിതിനെ സ്നേഹിക്കുമ്പോൾ ഇതിൻ്റെ ശിഖരത്തെ സ്നേഹിക്കുന്നു. ഞാനിതിനെ സ്നേഹിക്കുമ്പോൾ ഈ വൃക്ഷത്തെ സ്നേഹിക്കുന്നു, ഇതിൻ്റെ ചില്ലകളെ സ്നേഹിക്കുന്നു, മറ്റിലകളെയെല്ലാം സ്നേഹിക്കുന്നു. അതിനപ്പുറം ഇത് കടന്നുപോയ വസന്തത്തെ സ്നേഹിക്കുന്നു, ഋതുക്കളെയെല്ലാം സ്നേഹിക്കുന്നു. അപ്രകാരം സ്നേഹമെന്നാൽ സർവോത്കൃഷ്ടമാണ്, അല്ലെങ്കിൽ നാം അപരനെ സ്നേഹിക്കുമ്പോൾ നാം ഈ ലോകത്തുള്ളവ എല്ലാ വസ്തുക്കളെയും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്ന് അടിയുറപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ നോവൽ അല്ലെങ്കിൽ മിർദാദ് എന്ന പുസ്തകം തീരുന്നത്. അപ്രകാരം തന്നെ സുവിശേഷം എന്നത് വിളിച്ചു പറയാനുള്ളതാണ്. ആ വിളിച്ചു പറയലാണ് ആനന്ദം നൽകുന്നത്. ആ വിളിച്ചു പറയലിലാണ് സ്നേഹം ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മുടെ ഈ കാലഘട്ടത്തോട് വിളിച്ചു പറയുന്നത് ഫ്രാൻസിസ് പാപ്പയാണ്. ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനമായ സുവിശേഷത്തിൻ്റെ ആനന്ദം, ദ ജോയ് ഓഫ് ദി ഗോസ്പൽ, ഈ പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. ഓരോ കാലഘട്ടവും ഓരോ വ്യക്തികളെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായി മാറ്റി നിർത്തും. ഇപ്രകാരമുള്ള ഒരു ആവശ്യകതയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. പാപ്പായുടെ വാക്കും നോക്കും ഹൃദയവുമെല്ലാം സംഗ്രഹിച്ചിരിക്കുന്നത് ആനന്ദത്തിലാണ്. അത് സുവിശേഷത്തിൻ്റെ ആനന്ദമായി ഇവിടെ പ്രതിഫലിക്കുകയാണ്. അത് സ്നേഹത്തിൻ്റെ ആനന്ദമായി ഇവിടെ രൂപപ്പെടുകയാണ്. ഇപ്രകാരമുള്ള ഒരു സംഗ്രഹിത രൂപമാണ് ഈ പുസ്തകം മുഴുവൻ. സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന തലക്കെട്ടിൽ പാപ്പ നമ്മോട് പറഞ്ഞു തരികയാണ്, പറഞ്ഞു പഠിപ്പിക്കുകയാണ് എപ്രകാരമാണ് സ്നേഹത്തിൻ്റെ സുവിശേഷകരായി നമുക്ക് മാറാൻ സാധിക്കുന്നത് എന്ന്. പാപ്പ പറയുകയാണ്, വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെളിച്ചം ആവശ്യമാണ്. ആ വെളിച്ചത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഈ പുസ്തകത്തിൻ്റെ 5 അധ്യായങ്ങളും സഭയുടെ പുതിയ മേച്ചിൽ സ്ഥലങ്ങളെക്കുറിച്ച്, സഭ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസികളെ രൂപപ്പെടുത്തേണ്ടതും അല്ലെ എങ്ങനെയാണ് വിശ്വാസികൾ ഈ സഭയിൽ ദൈവത്തോട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ. 1-ാമത്തെ അധ്യായം സഭയുടെ പ്രേക്ഷിത രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. 2-ാമത്തേത് സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ സഭ എങ്ങനെയാണ് ഇവയൊക്കെ നോക്കിക്കാണുന്നത്, സാമൂഹിക ചുറ്റുപാടുകളെ എപ്രകാരമാണ് നമുക്ക് ക്രിസ്തീയ വീക്ഷണത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നീടുള്ളത് സുവിശേഷ പ്രഘോഷണമാണ്. എപ്രകാരമാണ് ഈ കാലഘട്ടത്തിൽ, മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണം എങ്ങനെ നടത്താമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പുത്തൻ രീതികളും പുത്തൻ ബോധ്യങ്ങളെക്കുറിച്ചും. പിന്നീട് സുവിശേഷവൽക്കരണത്തിൻ്റെ സാമൂഹിക മാനങ്ങൾ, എപ്രകാരമുള്ള സുവിശേഷവൽക്കരണമാണ് നാം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരിലേക്കാണ്, എങ്ങനെയുള്ള അജഗണങ്ങളുടെ ഇടയിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത് എന്നും ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് വരുന്നത് അരൂപി നിറഞ്ഞ സുവിശേഷകരെക്കുറിച്ച്. സുവിശേഷകർ എപ്രകാരം ജീവിക്കണം, സുവിശേഷകരുടെ ജീവിതത്തിൻ്റെ പ്രസക്തി എന്താണ് ഇന്നത്തെ കാലത്ത്, ഇതൊക്കെയാണ് ഈ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ള ഈ അപ്പോസ്തോലിക ആഹ്വാനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ വിളിച്ചു പറയുന്നത്. ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളിച്ചു പറയുകയാണ് ഈ ആഹ്വാനത്തിലൂടെ. ക്രിസ്തു നമ്മെ നിരന്തരം അതിശയിപ്പിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് അതിശയിക്കുന്നതിൽ സഭ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നമ്പർ 11 നാം വായിക്കും. ക്രിസ്തു നമ്മെ നിരന്തരം അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രബോധനത്തിൽ മുഴുവൻ ഒരു ഫ്രാൻസിസ് ടച്ച്, അല്ലെങ്കിൽ പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പായുടെ സാമൂഹിക വശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാടുകളുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ സഭ ചാക്രിക ലേഖനങ്ങളും മറ്റു പ്രബോധനങ്ങളുമൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 എണ്ണമൊക്കെ പുറപ്പെടുവിച്ച സമയങ്ങളുണ്ട്. പക്ഷേ 5 മാസങ്ങൾക്കുള്ളിൽ വിശുദ്ധവും അഗാധവുമായ ഒരു പഠനം നടത്തിക്കൊണ്ട്
അത് സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ള തലക്കെട്ടിലൂടെ അപ്പസ്തോലിക ആഹ്വാനമായി നമ്മെ ഓരോരുത്തരെയും ഞെട്ടിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ. കാരണം അത്രമാത്രം അഗാധമായ പഠനമാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം എന്നുള്ള ഈ പുസ്തകം. 2013 ജൂൺ മാസത്തിൽ ഒപ്പുവെച്ച വിശ്വാസത്തിൻ്റെ വെളിച്ചം തൻ്റെ മുൻഗാമി തുടങ്ങി വെച്ചതാണെങ്കിലും പിന്നീട് സുവിശേഷത്തിൻ്റെ ആനന്ദത്തിലേക്ക് വരുമ്പോൾ അത് ഫ്രാൻസിസ് പാപ്പയുടെ വ്യക്തമായ നിലപാടുകളും പ്രബോധനങ്ങളും ആഴത്തിൽ പതിഞ്ഞ പ്രബോധന രേഖകളാണ്. ഈ രേഖകളിൽ മുഴുവൻ തന്നെ നിലപാടുകളാണ്, സഭയോടും സഭാ മക്കളും വെച്ചു പുലർത്തേണ്ട നിലപാടുകൾ. ക്രിസ്തീയ വിശ്വാസത്തിൽ എങ്ങനെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ ഒരു സംഗ്രഹം തന്നെ ഈ രേഖയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ദരിദ്രരിലേക്ക് ഇറങ്ങുന്നതും അല്ലെങ്കിൽ ആടുകളുടെ മണം തിരിച്ചറിയുന്നതുമൊക്കെയുള്ള ആ ഫ്രാൻസിസ് വാക്കുകൾ തന്നെ, അല്ലെങ്കിൽ ഒരു ഫ്രാൻസിസ് ടച്ച് വരുത്തിക്കൊണ്ട് പാപ്പ നമ്മെ ഓരോരുത്തരെയും അതിശയിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിശയം, വിസ്മയം എന്നീ വാക്കുകളൊക്കെ ഈ പ്രബോധന രേഖയിൽ മുഴുവനും ഫ്രാൻസിസ് പാപ്പ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിനെക്കുറിച്ചും എങ്ങനെയാണ് ദൈവത്തിലുള്ള നമ്മുടെ അതിശയത്തെക്കുറിച്ചും ആ വിസ്മയത്തെ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് നാം സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലും ഒന്ന് ആത്മപരിശോധന ചെയ്തെടുക്കാൻ ഈ പ്രബോധന ഗ്രന്ഥം ഒത്തിരി ഉപകാരപ്പെടും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ സ്വന്തമായി സന്തോഷിക്കാനാണ് നമുക്ക് ആഗ്രഹം. അവരൻ്റെ സന്തോഷവും അവരൻ്റെ ചിരിയും ആനന്ദവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊന്നും വിഷയമല്ല. അപ്പോൾ സ്വന്തമായി സന്തോഷിക്കുക എന്നതാണ്, സന്തോഷത്തിൻ്റെ സംവാഹകരാകുക എന്നതാണ് ഫ്രാൻസിസ് പാപ്പ ഈ പുസ്തകത്തിലൂടെ, ഈ പ്രബോധനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ സംവാഹകരാകാൻ നമുക്ക് സാധിക്കുന്നത്? അത് ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. നമുക്ക് താഴ്ത്തട്ടിലേക്ക്, അജഗണങ്ങളുടെ ഇടയിലേക്ക്, ഇടയൻ്റെ അല്ലെങ്കിൽ അജഗണങ്ങളുടെ മണം മനസ്സിലാക്കി അവൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ സംവാഹകരാകാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. അത് എപ്രകാരമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളെ ശരിക്കും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ അപ്പോസ്തോലിക പ്രബോധനത്തിൻ്റെ 200-ാം നമ്പറിൽ ഈ സാമൂഹികവും ആത്മീയവുമായ ആഴത്തിലുള്ള വായന എങ്ങനെയാണ് നമുക്ക് കൈവരുന്നത് എന്ന് ഈ നമ്പറിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് സഭയ്ക്കുണ്ടാകേണ്ട പാവങ്ങളോടുള്ള പക്ഷത്തെ വളരെ വിപ്ലവാത്മകമായ രീതിയിൽ ഫ്രാൻസിസ് പാപ്പ അവതരിപ്പിക്കുന്നുണ്ട്. ദരിദ്രരുടെ പക്ഷം നിൽക്കാനാണ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എങ്ങനെയാണ് ദരിദ്രൻ്റെ പക്ഷം നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്? നമുക്കെപ്പോഴും സ്വന്തമായി സന്തോഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക്, സ്വന്തമായി ആനന്ദിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക്, സ്വന്തമായി വിജയിക്കണമെന്നുള്ള ആഗ്രഹമുള്ള നമുക്കൊക്കെ എങ്ങനെയാണ് അപരൻ്റെ ഇല്ലായ്മയുടെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത്? ഇല്ലായ്മയുടെ പക്ഷത്തേക്ക് മനസ്സിൽ നിന്ന് വരുന്ന സുഹൃതങ്ങൾ കൊണ്ട്, മനസ്സിൽ നിന്ന് വരുന്ന ആനന്ദത്തിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്ന ആ നന്മയിൽ നിന്നാണ് അപരൻ്റെ ജീവിതത്തെ, അപരൻ്റെ ഇല്ലായ്മയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ എന്ന് ഫ്രാൻസിസ് പാപ്പ ഈ പുസ്തകത്തിലൂടെ അടിവരയിട്ട് തരികയാണ്. സുവിശേഷവൽക്കരണം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്ഷമയിലും അപരനു വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തിലുമാണ്. എപ്രകാരം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നോ, എപ്രകാരം എന്തുമാത്രം സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുമ്പോഴോ അപ്പോഴൊക്കെ നാം സുവിശേഷം വിളിച്ചു പറയുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായി മാറുകയാണ്. ഇനി എങ്ങനെയാണ് ഇല്ലായ്മ ഉള്ളവരുടെ തട്ടിലേക്ക് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നത്? അത് നമ്മുടെ വാക്കും പ്രവൃത്തിയും ജീവിതവും അവരിനു വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ്. സഹിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു വാക്ക്, സഹിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു ആശ്ലേഷം, ഇതെല്ലാം കുരിശിൽ സഹിക്കുന്ന ഈശോയോട് നാം സംസാരിക്കുന്നതും കുരിശിൽ സഹിക്കുന്ന ഈശോയെ നാം ആശ്ലേഷിക്കുന്നത് പോലെ തന്നെയാണ്. അവിടെയാണ് അജഗണങ്ങളുടെ മണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കൂടെ നടക്കുന്നവരുടെ ഗന്ധവും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും സഹനവുമെല്ലാം ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കുന്ന നല്ല വിശ്വാസികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. ആ രൂപാന്തരീകരണമാണ് സഭ ആവശ്യപ്പെടുന്നത്. ആ രൂപാന്തരീകരണമാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ആ രൂപാന്തരീകരണത്തിലേക്കുള്ള വഴിയാണ് ഈ അപ്പോസ്തോലിക ആഹ്വാനം. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും പ്രേക്ഷിതരാണ്. കാരണം സഭ പ്രേക്ഷിതയാണ്. പ്രേക്ഷിതയായ സഭയിലെ ഓരോ മക്കളും പ്രേക്ഷിതരാണ്. എപ്രകാരമാണ് ഈ പ്രേക്ഷിത ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്നവരിലേക്കും
നാം സംസാരിക്കുന്നവരിലേക്കും നാം ഇടപെടുന്നവരിലേക്കും ജോലിസ്ഥലങ്ങളിലേക്കുമൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. എപ്രകാരമാണ് ഒരു നല്ല പ്രേക്ഷിതനായി നമുക്ക് വളരാൻ സാധിക്കുന്നത്? കേവലം മിഷണറിമാരായി മാത്രം ഒതുങ്ങുന്ന ചില ഇടയന്മാർ മാത്രമല്ല പ്രേക്ഷിതർ. എല്ലാവരും പ്രേക്ഷിതരാണ്. എല്ലാവർക്കും പ്രേക്ഷിതരുടെ ഗുണങ്ങളും അതിൻ്റെ പ്രാധാന്യവും എല്ലാം സഭ നൽകുന്നുണ്ട്. അപ്പോൾ എപ്രകാരമാണ് നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ നല്ല പ്രേക്ഷിതരായി മാറാൻ സാധിക്കുന്നത്? അത് നാം ജനിച്ചു വീഴുന്ന കുടുംബത്തിൽ തൊട്ട് നാം കടന്നു പോകുന്ന സ്കൂള്, ജോലിസ്ഥലം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടലുകളിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലുന്ന പ്രേക്ഷിത പ്രവർത്തനം. അത് നമ്മുടെ വാക്കാണ്, നമ്മുടെ ആനന്ദമാണ്, നമ്മുടെ കണ്ണുകളിൽ വിരിയുന്ന സ്നേഹമാണ്, അവരെന്നെ കാണാൻ സാധിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നിർഗളിക്കുന്ന ആ വലിയ ആനന്ദമാണ് സുവിശേഷം, അല്ലെങ്കിൽ അതാണ് പ്രേക്ഷിത പ്രവർത്തനമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനത്തിലേക്ക്, ആ പ്രേക്ഷിത ഗുണത്തിലേക്കൊക്കെ എപ്രകാരം ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയുണ്ട് ഈ പ്രബോധനത്തിൽ. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതും അതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് എൻ്റെ വാക്കിലൂടെയും എൻ്റെ നോക്കിലൂടെയും എൻ്റെ പ്രവൃത്തിയിലൂടെയും നല്ലൊരു പ്രേക്ഷിതനായി മാറാൻ എനിക്ക് സാധിക്കുന്നത്? അപ്രകാരം മാറുമ്പോൾ മാത്രമാണ് സുവിശേഷം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയുള്ള ആ രൂപാന്തരീകരണമാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരേണ്ടത് ഇപ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. അത് ലോകം മുഴുവൻ കൈയടക്കാനുള്ള വലിയ മേഖലകളല്ല, മറിച്ച് എൻ്റെ ഒരു നല്ല വാക്കാണ്, എൻ്റെ ഒരു നല്ല നോട്ടമാണ്. മനുഷ്യവർഗം അതിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനമായ വഴിത്തിരിവിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകം വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും കൂടി പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വെല്ലുവിളികൾ വളരെ പോസിറ്റീവായിട്ടും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, ഈ മേഖലകളിലൊക്കെ കടന്നു വന്നിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ, ആധുനികവൽക്കരണം നമുക്ക് നേടിത്തന്നിരിക്കുന്ന വലിയ വലിയ മുന്നേറ്റങ്ങളൊക്കെ വളരെ നന്മയായി തന്നെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം എന്താണ് നമുക്ക് കുറഞ്ഞു പോകുന്നത്? ഈ കാലഘട്ടത്തിൽ എന്താണ് വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? അത് തികച്ചും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിഫലിക്കുന്ന ഭയമാണ്, നിരാശയാണ്. ഈ ഭയവും നിരാശയുമാണ് നമ്മുടെ ഈ ആധുനികമായ വളർച്ചയ്ക്കൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഭയം, നിരാശയൊക്കെ ജീവിതത്തെ ശരിക്കും പിടിച്ചു കുലുക്കുന്നുണ്ട്. പലപ്പോഴും ഭയത്തിലൂടെയും നിരാശയിലൂടെയും മനുഷ്യർ നിലം പതിക്കുന്നതാണ് നാം പത്രത്താളുകളിലൂടെയും വാർത്തകളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആധുനിക ലോകത്തിൽ ഒത്തിരി വളർച്ചയുണ്ട്, ഒത്തിരി മുന്നേറ്റങ്ങളുണ്ട്. എല്ലാ മേഖലകളും ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഒത്തിരി വളരുന്നുണ്ട്. അതിനെ വളരെ നന്മയായി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യവർഗത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഭയം, അത് കൂടിക്കൊണ്ടിരിക്കുന്ന ഭയം, അവൻ്റെ ഭയപ്പാട്, പിന്നെ എല്ലാ രീതിയിലും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിരാശ, ഇതൊക്കെ മനുഷ്യൻ്റെ വളർച്ചയെ, അവൻ്റെ സമഗ്ര വളർച്ചയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും, പല മനുഷ്യ ജീവിതങ്ങളും നിലം പതിക്കുന്നതും മൂക്കുകുത്തുന്നതും ഈ ഭയവും നിരാശയും ജീവിതത്തിൽ കൂടി വരുന്നത് കൊണ്ടാണ്. ആ ഭാഗത്തെ ഭയവും നിരാശയുമുള്ള അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഈ ഭയപ്പാടിനെയും നിരാശയെയും ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ സ്വീകരിക്കേണ്ട, നാം പിടിച്ചു വാങ്ങിക്കേണ്ട വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെയൊക്കെ നല്ല പുണ്യങ്ങളെക്കുറിച്ചാണ്. അതൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് നല്ല വ്യക്തികളായി മാറുന്നത്. അപ്പോഴാണ് സമഗ്രമായ ഒരു വളർച്ച ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് സമഗ്രമായ വളർച്ചയുള്ള വ്യക്തികളായി ഈ പുതിയ തലമുറയും രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 52-ാം നമ്പർ വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിൻ്റെ ചില വെല്ലുവിളികളായി പാപ്പ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതും ഈ 52-ാം നമ്പറിലാണ്. ജീവിക്കുന്നതിൻ്റെ സന്തോഷം പലപ്പോഴും മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അന്യരോടുള്ള ആദരവിൻ്റെ അഭാവവും അക്രമവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അസമത്വം വർദ്ധമാനമായ അളവിൽ പ്രകടമാണ്. ജീവിക്കുവാനുള്ള, പലപ്പോഴും അമൂല്യമായ, അല്പം അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് പല മനുഷ്യർക്ക് മുമ്പിലുള്ളത്. ജീവിക്കാനുള്ള കൊതി പോലും പലപ്പോഴും അത് ഇല്ലാതെ പോകുന്ന ചില ആൾക്കാരുമുണ്ട്. അത് ഭയത്തിലും നിരാശയിലും ചെന്ന് തീരുകയാണ്.
അപ്പോൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം പോലും നമുക്ക് നശിപ്പിച്ചുകൂടാ. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ എപ്രകാരമാണ് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്? അത് നമ്മുടെ വാക്കിലൂടെയാണ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുക. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് എന്നാണ് ഫ്രാൻസിസ് പാപ്പ സഭയെ ഓർമ്മിപ്പിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പായുടെ ഈ അപ്പോസ്തോലിക ആഹ്വാനം അതിൻ്റെ അവസാനത്തിലേക്ക് എടുക്കുമ്പോൾ പാപ്പ കൊണ്ടെത്തിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പിൻബലത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സഭ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് എപ്രകാരം ചേർന്ന് നിൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ അപ്പോസ്തോലിക ആഹ്വാനം അവസാനിപ്പിക്കുന്നത്. മറിയം സുവിശേഷവൽക്കരണത്തിൻ്റെ മാതാവ് എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടി എല്ലാ സുവിശേഷവൽക്കരണത്തിൻ്റെയും, വിളിച്ചു പറയുന്ന എല്ലാ സുവിശേഷവൽക്കരണത്തിൻ്റെയും മാതാവ് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നാണ് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്കൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഒരു നല്ല പ്രേക്ഷിതനായും പ്രേക്ഷിതയായും നമുക്ക് വളരാൻ സാധിക്കുന്നത്. സഭയുടെ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിന് ഒരു മരിയൻ ശൈലി കൊണ്ടുവരണമെന്ന്, ഒരു മരിയൻ ശൈലിയുണ്ട് എന്നും ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും എല്ലാം എത്തിപ്പിടിക്കേണ്ടത് പരിശുദ്ധ അമ്മ കടന്നുപോയ ആ വഴികളിലൂടെയാണ് എന്നുകൂടി, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് അവളുടെ കരുതലും കരുത്തുമൊക്കെ ജീവിതത്തോട് ചേർത്ത് നിർത്തുമ്പോൾ മാത്രമാണ് ഒരു നല്ല പ്രേക്ഷിതനായി നമുക്ക് മാറാൻ സാധിക്കുന്നത്. അതിലാണ് ആനന്ദം, അതിലാണ് സന്തോഷവും സ്നേഹവും ഒക്കെ കുടികൊള്ളുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവഹിതത്തിന് ആമേൻ പറയുന്ന പരിശുദ്ധ മറിയം, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ മറിയം, തിടുക്കത്തിൽ സഹായഹസ്തവുമായി ഓടുന്ന പരിശുദ്ധ മറിയം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെ എത്രമാത്രം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായാണ് ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ ജീവിതം എത്രമാത്രം ഒരു പ്രേക്ഷിതയുടെ ഗുണഗണങ്ങളോടുകൂടിയാണ് നമുക്ക് മുമ്പിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ നസ്രത്തിൽ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ പ്രാർത്ഥനയെയും പ്രവർത്തനത്തെയും എപ്രകാരമാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത്? അപ്രകാരമായിരിക്കും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം, അപ്രകാരമായിരിക്കും നമ്മുടെ വിജയം. അപ്പോഴാണ് സുവിശേഷം വിളിച്ചു പറയുന്ന വ്യക്താക്കളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ജീവിതത്തിൻ്റെ ഓരോ വാക്കിലും, ഓരോ നോട്ടത്തിലും, ഓരോ പുഞ്ചിരിയിൽ പോലും സുവിശേഷമായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. അതിലാണ് ആനന്ദമെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. അതിലാകണം നമ്മുടെ ആനന്ദം, അതിലാകണം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനമെന്നും ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും ജീവിതത്തിൽ ഒന്നിച്ചു പോകുന്ന, നമുക്കോരോരുത്തർക്കും നോക്കി പഠിക്കാവുന്ന വിധത്തിൽ അത്രമാത്രം മാതൃകാപരമായ ഒരു ജീവിതം, അതാണ് ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് വിടരുന്ന ആ ആനന്ദം, അതാണ് സുവിശേഷത്തിൻ്റെ ആനന്ദം. ആ തുറവിയാണ് സഭ ആഗ്രഹിക്കുന്ന, സഭയിലെ മക്കൾ ആഗ്രഹിക്കുന്ന ആ തുറവിയാണ് ആ ആനന്ദം. അപ്പോൾ ജീവിതത്തിൽ നിന്ന് ആരും ഒളിച്ചോടാതിരിക്കട്ടെ, സുവിശേഷം പറയുന്നതിൽ നിന്ന് ആരും ഒളിച്ചോടാതിരിക്കട്ടെ എന്നാണ് 83-ാം നമ്പറിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പ്രേക്ഷിതരായി മാറാൻ ശക്തരായി മുൻപോട്ട് പോകാമെന്നുള്ള ആപ്തവാക്യത്തോടെ വേണം ഈ പുസ്തകത്തിലെ ഓരോ വാക്കും നമുക്ക് വായിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും, 5 അധ്യായങ്ങളും അതിലൂന്നി നിൽക്കുകയാണ്. സഭയുടെ പ്രേക്ഷിതനാകാൻ, സഭയുടെ പ്രേക്ഷിതയാകാൻ എനിക്കെന്തു ചെയ്യാൻ സാധിക്കും? എൻ്റെ വാക്കെങ്ങനെ എനിക്ക് ശരിയാക്കാൻ സാധിക്കും? എൻ്റെ പ്രവൃത്തി എങ്ങനെ എനിക്ക് അർത്ഥവത്തായി ബോധ്യത്തോടെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. സഭാചരിത്രത്തിലെ മറ്റ് നിർണായക നിമിഷങ്ങളിൽ എന്ന പോലെ തന്നെ സമയം ആക്രമിച്ചിരിക്കുന്നൊരു സമയം, പുതിയ ഇടപെടലുകൾക്ക്, പുതിയ മാറ്റങ്ങൾക്ക് സമയം അടുത്തെത്തിയിരിക്കുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിസ് പാപ്പായുടെ ഈ കുറിപ്പുകൾക്ക്, ഈ അക്ഷരങ്ങൾക്ക് ശക്തമായ ജീവനായി മാറാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാതിരിക്കാമെന്നാണ് പാപ്പ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ കണ്ടെത്താൻ അന്വേഷിക്കുന്നവരും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരുമായ നമ്മുടെ സമകാലികരുടെ സഹയാത്രികയായ ഒരു സഭയെ പാപ്പ കണ്ടെത്താൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സഭയെ തിരിച്ചറിയുമ്പോഴാണ്, ആ സഭയിലേക്ക് തിരിച്ചറിവോടെ കടന്നു പോകുമ്പോഴാണ്, ആ സഭയിലേക്ക് നമ്മുടെ നല്ല പ്രവർത്തനങ്ങളിലൂടെയും നല്ല വാക്കുകളിലൂടെയും കുഞ്ഞാടുകളെ തേടി ഇറങ്ങുമ്പോഴാണ് നല്ല വ്യക്തികളായി മാറുന്നത്. ഈ ലോകത്തിന് ആവശ്യമുള്ള നല്ല മനുഷ്യ ഗുണങ്ങളുള്ള
മാനുഷിക അവബോധമുള്ള വ്യക്തികളായി മാറുന്നത് അപ്പോഴാണ് എന്ന് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ ആനന്ദം കൈവരുന്ന നല്ല വ്യക്തികളായി മാറാൻ ഈ പ്രബോധനം നമുക്ക് സഹായകമാകട്ടെ.